സാറ് നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇന്നാണ് ജസ്റ്റ് സാറിനെ നേരിട്ട് കാണുന്നത്. വാട്സപ്പ് കോണ്ടാക്ട് ആയിരുന്നു. ഇദ്ദേഹം പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ അല്ലേ കണ്ടത്? യൂട്യൂബ് വീഡിയോ കണ്ട് ഞാൻ പല ആൾക്കാരുടെ വീഡിയോ കണ്ടിരുന്നു. അതില് റോഷന്റെ വെൽമൗണ്ട് അതിന്റെ വീഡിയോ ആണ് എനിക്ക് ഇംപ്രസ്ഡ് ആയത്. കാരണം കസ്റ്റമർ ഫീഡ്ബാക്ക് നല്ലതായിരുന്നു എന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റോഷനെ കോൺടാക്ട് ചെയ്യുന്നത്. റോഷനെ കോൺടാക്ട് ചെയ്ത് റോഷൻ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ റോഷൻ തന്നെ വന്നിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് അതെന്താ ചെയ്യേണ്ടത്, എന്ത് മീഡിയ വേണ്ടെന്നുള്ളത് റോഷന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ റോഷനെ കോൺടാക്ട് ചെയ്ത് റോഷൻ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ എത്തി. ഇന്ന് നമ്മള് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരാനായിട്ട്. റെഡിയാക്കി. അതെ. അപ്പോ എങ്ങനെയുണ്ട് സാർ കണ്ടിട്ട്? സാറിന് എന്താണ്? നല്ല ഫിനിഷിംഗ് ഉണ്ട്. എന്റെ മനസ്സിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫൈഡ്. ഓക്കെ താങ്ക് യു. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്ന് എറണാകുളത്താണ് തുടങ്ങുന്നത്. എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളിക്ക് അടുത്തുള്ള മരോട്ടിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീടാണ്, ഒരു 2 നില വീടാണ്. വന്നേക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ വിളിച്ചേക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിനകത്ത് അയണിന്റെ സാന്നിധ്യം കുറച്ച് കാണിച്ചായിരുന്നു. അതുപോലെ തന്നെ pHന്റെ അഭാവം. ഈ 2 പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് ഈ 2 പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് മാറ്റിയിട്ട് വേണം ഇവിടെ നമുക്ക് ഫിൽട്ടർ വാട്ടർ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്നത് പമ്പിംഗ് ലൈനിലാണ്. അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് അകത്തോട്ട് പോവാം. ബയോ. അപ്പൊ നമ്മുടെ വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുമ്പോൾ 2 സോഴ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് കിണർ വെള്ളവും വേറെ ഒരെണ്ണം നമ്മുടെ പൈപ്പ് വെള്ളവും, നമ്മുടെ കോർപ്പറേഷന്റെ വെള്ളം. അപ്പൊ 2 ടാങ്കിലായിട്ടാണ് വീഴുന്നത്. നമ്മളുടെ കിണർ വെള്ളം ചെന്ന് വീഴുന്നത് ഒരു സ്ട്രക്ചറിന്റെ മേലെ ഒരു ടാങ്കിരിപ്പുണ്ട്, ആ ടാങ്കിലേക്കാണ്. അതേപോലെ തന്നെ പൈപ്പ് വെള്ളം വീഴുന്നത് നമ്മുടെ ഫ്ലോറിൽ, 2ാം നിലയുടെ മുകളിൽ ഫ്ലോറിൽ കണ്ടുവച്ചിരിക്കുന്ന ടാങ്കിലേക്കാണ് നമ്മുടെ പൈപ്പ് വെള്ളം വീഴുന്നത്. അപ്പൊ നമുക്ക് മെയിനായിട്ട് ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ കിണർ വെള്ളത്തിനാണ്. 2ഉം കൂടി ക്ലബ് ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ആദ്യം. പക്ഷെ 2 ലൈനായിട്ട് ഇറങ്ങിയതിന്റെ പേരിൽ നമുക്ക് അത് നടക്കൂല. പിന്നെ നമ്മൾ മേലെ ഇപ്പൊ നമ്മൾ ഗ്രാവിറ്റിയിലല്ല ചെയ്യുന്നത്. ഗ്രാവിറ്റിയിൽ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് ഗ്രാവിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിനെ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ നമ്മൾ പമ്പിംഗ് ലൈനിലാണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത്. നമുക്ക് ഗ്രാവിറ്റി ചെയ്യാനുള്ള ഓപ്ഷൻ മേലെ ഉണ്ട്. സ്ട്രക്ചറിന്റെ അടിയിൽ നമുക്ക് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ മേലെ കയറി ഇതിനെ ബാക്ക് വാഷ് ചെയ്യണം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ താഴത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വെല്ല്, ഓപ്പൺ വെല്ലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തോന്നില്ല, ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് കിടക്കുന്നതിന്റെ പേരിൽ ഏകദേശം ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നത് വെള്ളം. പക്ഷേ വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് അയണുണ്ട്, ഡിസോൾവ്ഡ് ആയി കിടക്കുന്ന അയണുണ്ട്. അപ്പോൾ ആ അയണിനെ നമുക്ക് മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ pH കുറവാണ് വെള്ളത്തിൽ, അസിഡിക് റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ 2 പ്രശ്നങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് പമ്പ്. അപ്പൊ നമുക്ക് പമ്പിംഗ് ലൈനിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ 1 ഇഞ്ചിന്റെ പൈപ്പ് ലൈനാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ലൈൻ അണ്ടർഗ്രൗണ്ടിൽ പോന്നിട്ട് നമ്മളുടെ ഈ വഴിയാണ് നമ്മളുടെ ലൈൻ മേലോട്ട് കയറുന്നത്. 1 ഇഞ്ചിന്റെ ലൈനാണ്. അപ്പൊ നമുക്ക് വെസൽ പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. 1384 വെസൽ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മൾട്ടിമീഡിയാണ്, അയണിന്റെ സാന്നിധ്യം ഉള്ളതിന്റെ പേര് അയൺ റിമൂവർ മീഡിയ പ്ലസ് ആക്റ്റീവ് കാർബൺ എല്ലാം ഇട്ട് ചെയ്യുന്ന ഒരു മൾട്ടിമീഡിയ ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പമ്പിംഗ് ലൈനിലായതിന്റെ പേരിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 20 ഇഞ്ചിന്റെ ഒരു 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്റർ നമ്മൾ ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പമ്പിന് നമ്മൾ നോക്കിയായിരുന്നു, പ്രഷറും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇമ്പ്യൂരിറ്റീസ് എസ്കേപ്പ് ആയിട്ട് വരികയാണെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഒരു 5 മൈക്രോൺ ഒരു സെഡിമെന്റ് ഫിൽറ്ററാണ്, സ്പൺ ഫിൽട്രേഷൻ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ലൈനിലേക്ക് ലൂപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വർക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മീഡിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാർബൺ ഉണ്ട്, MnO2 ഉണ്ട്, അതുപോലെ കാറ്റലോഗ്സ് ഉണ്ട്, സപ്പോർട്ടിംഗ് മീഡിയ ഉണ്ട്, അതുപോലെ പ്ലംബിങ്ങിന്റെ സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മുടെ പ്ലംബിംഗ് ലൈനൊക്കെ കഴിഞ്ഞതിന് ശേഷം മോട്ടോർ ഓൺ ആക്കി അതിൻ്റെ ഫ്ലോ റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഫ്ലോ റേറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടോ. 1354 ടാറ്റയുടെ വെസൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കിണർ വെള്ളത്തിനാണ് നമ്മൾ പമ്പിംഗ് ലൈനിലാണ് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് നമ്മുടെ ലൈനിൽ കൂടി വരുന്ന വെള്ളം, അതായത് പമ്പിന്റെ ഡെലിവറി ലൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരിട്ടത് നേരെ നമ്മുടെ വെസലിൽ കയറിയിട്ട് വെസലിൽ നിന്ന് വരുന്നത് നേരെ ഒരു പ്രീ ഫിൽറ്റർ വഴിയാണ് പിന്നെ വീണ്ടും നമ്മൾ മേലോട്ട് പോകുന്നത്. അപ്പോൾ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈനും ചാർജ് ചെയ്തു. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുമ്പോഴും വെള്ളത്തിന് വേറെ മോശമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വെള്ളം നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴും ഇതിനകത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു, നമ്മളുടെ ഗവൺമെന്റ് അനുശാസിക്കുന്ന ആ ഒരു റേഷ്യോനേക്കാളും ഒരു ചെറിയ രീതിയിൽ അയണിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് അത് കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ നമുക്ക് മഴയൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന സമയമാണ്. എന്നിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയണിന്റെ സാന്നിധ്യം അത്രത്തോളം കാണിക്കുന്നുണ്ടെങ്കിൽ വേനലാവുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കുള്ളൂ കാണിക്കുന്നത്. അപ്പൊ അയണിന്റെ സാന്നിധ്യം ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം അസിഡിക് ആയിരുന്നു. pH നമ്മുടെ കുറച്ച് താഴ്ന്നാണ് കണ്ടു വെച്ചത്. ഏകദേശം ഒരു 4.5 അങ്ങനെ കണ്ടത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ മാഗ്നീഷ്യം ഡയോക്സൈഡിന്റെ പ്രസൻസ് ഉള്ള മീഡിയ ആണ് നമ്മുടെ കാറ്റലോഗ്സും അതുപോലെ തന്നെ MnO2ഉം കാർബണൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് pH ഷൂട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അയണിന്റെ പ്രശ്നം ഇവിടെ സോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ ഡൊമിനിക് സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സാർ നമസ്കാരം. സാറ് നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇന്നാണ് ജസ്റ്റ് സാറിനെ നേരിട്ട് കാണുന്നത്. വാട്സപ്പ് കോണ്ടാക്ട് ആയിരുന്നു. ഇദ്ദേഹം പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ അല്ലേ കണ്ടോ? യൂട്യൂബ് വീഡിയോ കണ്ട് ഞാൻ പല ആൾക്കാരുടെ വീഡിയോ കണ്ടിരുന്നു. അതില് റോഷന്റെ വെൽമൗണ്ട് അതിന്റെ വീഡിയോ ആണ് എനിക്ക് ഇംപ്രസ്ഡ് ആയത്. കാരണം കസ്റ്റമർ ഫീഡ്ബാക്ക് നല്ലതായിരുന്നു എന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റോഷനെ കോൺടാക്ട് ചെയ്യുന്നത്. റോഷനെ കോൺടാക്ട് ചെയ്ത് റോഷൻ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ റോഷൻ തന്നെ വന്നിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്ത് അതെന്താ ചെയ്യേണ്ടത്, എന്ത് മീഡിയ ആണ് വേണ്ടെന്നുള്ളത് റോഷന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ റോഷനെ കോൺടാക്ട് ചെയ്ത് റോഷൻ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ എത്തിയത് ഇവിടെ, ഇന്നലെ എത്തി. ഇന്ന് നമ്മള് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് വരാനായിട്ട്. റെഡിയാക്കി. അതെ. അപ്പോ എങ്ങനെയുണ്ട് സാർ, കണ്ടിട്ട് സാറിന് എന്താണ്? നല്ല ഫിനിഷിംഗ് ഉണ്ട്. എന്റെ മനസ്സിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയി വരുന്നവരെ ബൈ.